തൃശ്ശൂരിൽ ക്ഷേത്രങ്ങളിൽ കവർച്ച. ഇട്ടിച്ചിറ ശിവക്ഷേത്രത്തിലും മാരിയമ്മൻ ക്ഷേത്രത്തിലുമാണ് ഭണ്ഡാരം കവർന്നത്. DIG ഓഫീസിന് സമീപമാണ് ഈ കവർച്ച നടന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. സാനുക്യ സജീവ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജില്ലാ പോലീസ് മേധാവിയുടെയും അതേപോലെ തന്നെ തൃശ്ശൂർ റേഞ്ച് DIG ഓഫീസിൻ്റെ മൂക്കിന് താഴെ 2 ക്ഷേത്രങ്ങളിലാണ് മോഷണം നടന്നിട്ടുള്ളത്. അതായത് അമ്പലത്തിൻ്റെ ഗേറ്റ് പൊളിച്ചുകൊണ്ട് അകത്ത് കയറിയ മോഷ്ടാക്കൾ ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലെ ഭണ്ഡാരവും ഒപ്പം തന്നെ തിടപ്പള്ളി പൊളിച്ചുമാണ് മോഷണം നടത്തിയിട്ടുള്ളത്. ഇട്ടിച്ചിറ ശിവക്ഷേത്രത്തിലും അതേപോലെ തന്നെ ഈ തൃശ്ശൂർ കോർപ്പറേഷനോട് ചേർന്നിട്ടുള്ള മാരിയമ്മൻ കോവിലിലുമാണ് മോഷണം നടന്നിട്ടുള്ളത്. ഇട്ടിച്ചിറ ക്ഷേത്രത്തിൻ്റെ രസീത് കൗണ്ടറാണ് തകർത്തിട്ടുള്ളത്. അത് തകർത്ത് ഉള്ളിക്കിടന്ന മോഷ്ടാവ് പണമൊന്നും അവിടുന്ന് എടുത്തിട്ടില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. കാരണം അവിടെ കഴിഞ്ഞ ദിവസം ഭണ്ഡാരത്തിലെ പണമെല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ നമ്മളുള്ളത് മാരിയമ്മൻ കോവിലാണ്. ഈ മാരിയമ്മൻ കോവിലിലെ ഈ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരമാണ് ഈ രീതിയിൽ കുത്തിപ്പൊളിച്ച് ഇട്ടിരിക്കുന്ന നിലയിൽ കാണുന്ന മോഷ്ടാവ്. ഒപ്പം തന്നെ അതിനോട് ചേർന്ന് തന്നെ ഇവരുടെ ആധാർ കാർഡും മറ്റ് തിരിച്ചറിയൽ രേഖകളും ഈ ഭണ്ഡാരത്തോട് ചേർന്ന് തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഈ ചില്ലറ പൈസകളൊന്നും മോഷ്ടാക്കൾ എടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിലുള്ള നോട്ടുകളാണ് ഇവർ വേർതിരിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ രാവിലെ പൂജാരി എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ മോഷണം നടന്ന വിവരം ഇവർ അറിയുന്നത്. ഇപ്പോൾ നമ്മുടെ ക്ഷേത്ര പൂജാരി ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഒരു മോഷണം നടന്ന വിവരം നമ്മൾ അറിയുന്നത്? എപ്പോഴായിരുന്നു ഇത് നടന്നത്? ഇന്നലെ വൈകുന്നേരം 7:30 ഞാൻ പൂട്ടിപ്പോയി. എൻ്റെ പേര് കൃഷ്ണൻ, വീട് കണ്ണംകുളക്കരയാണ്. വളരെ കാലമായിട്ട് ഇവിടെ പൂജാരിയാണ്. സാധാരണ ഞാൻ തന്നെ പൂട്ടിപ്പോകാറ് 5 മണിക്ക് അമ്പലത്തേക്ക് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ മുമ്പിലത്തെ ഭണ്ഡാരത്തിൻ്റെ ചില്ലറ വെതറി കിടക്കണുണ്ട്. ഉടനെ അടുക്കള ഷോറൂമിൽ തുറന്നപ്പോൾ അവിടെയും ഭണ്ഡാരം തുറന്ന് വൃത്തിയായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ ഉടനെ ടൗൺ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. സെക്രട്ടറിക്കും പ്രസിഡന്റ് അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു ചെയ്തു. എത്രത്തോളം പണം പോയിട്ടുണ്ടെന്നാണ് നമുക്കൊരു 12, 15, 15,000 ഇടയ്ക്ക് പോയിട്ടുണ്ട്. 2 ഭണ്ഡാരത്തിന് കൂടി പോയിട്ടോ. ഈ പുറത്തുള്ള ഭണ്ഡാരവും തുറന്ന് അതേപോലെ തന്നെ തിടപ്പള്ളിക്കുള്ള പണവും എടുത്തല്ലേ? അത് തിടപ്പള്ളിയിൽ അത് അറിയുന്നവർ ചെയ്തതിനുള്ള പുറത്തുള്ള ഭണ്ഡാരം തിടപ്പള്ളിയിൽ വയ്ക്കുന്ന അറിയണവർ, അല്ലാണ്ട് ഈ ജനലിൽ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ കിടക്കേണ്ട ഒരു കളന ആവശ്യമില്ല. ഏതെങ്കിലും പുറമെ കളനാണെങ്കിൽ പുറത്ത് വന്ന് ഭണ്ഡാരം തുറന്നൊരു പോകുന്നുള്ളൂ. തിടപ്പള്ളിയിൽ ഭണ്ഡാരമുള്ളത് അറിവുള്ള ആൾ ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഈ മോഷണം നടത്തിയിട്ടുള്ളവർ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടല്ലേ ക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങളിൽ കൃത്യമായിട്ട് ബോധ്യമുള്ളവരായിരിക്കും എന്നാണ് പൂജാരി പറയുന്നത്. കാരണം ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഭണ്ഡാരമുണ്ട്. ആ ഭണ്ഡാരം വൈകിട്ട് എടുത്ത് ക്ഷേത്രം അടച്ചതിന് ശേഷം വൈകിട്ട് അത് തിടപ്പള്ളിയിലാണ് എടുത്ത് സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ അത് തിടപ്പള്ളിയിൽ സൂക്ഷിക്കുമെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളവർ തന്നെയാണ് മോഷണം നടത്തിയിട്ടുള്ളതെന്നാണ് ഇവർ പറയുന്നത്. അതിന് കാരണമായി പറയുന്നത് തിടപ്പള്ളിയിലെ ജനൽ പൊളിച്ചാണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നത്. അതിനുശേഷം തിടപ്പള്ളിയിൽ വെച്ചിരിക്കുന്ന 2 ഭണ്ഡാരങ്ങളും കുത്തി തുറന്ന നിലയിലാണ്. അതിൽ നിന്നും ഈ നമ്മൾ സമാന നിലയിൽ തന്നെ അല്പം മുമ്പ് കണ്ട പോലെ തന്നെ അതായത് ചില്ലറ പൈസകളൊന്നും എടുക്കാതെ ഇതിൽ നിന്നും നോട്ടുകളാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ഈ ജനലാണ് തുറന്ന് മോഷ്ടാവ് ഉള്ളിൽ കിടക്കുകയും അതിനുശേഷം ഈ ഭണ്ഡാരം പൊളിച്ച് അതിലുള്ള നോട്ട് എടുത്തതിന് ശേഷം ഇതിൻ്റെ കതകുകൾ തുറന്നാണ് മോഷ്ടാവ് ഇതിൽ ഇറങ്ങിപ്പോയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഈ ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്താണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇട്ടിപ്പള്ളി ശിവക്ഷേത്രത്തിൻ്റെ ഒരു മതിൽക്കെട്ടാണ്. ആ മതിൽക്കെട്ടിന് തൊട്ടപ്പുറത്താണ് DIG ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അത്രയ്ക്കും സുരക്ഷാ മേഖലയാണ്, എപ്പോഴും പോലീസിൻ്റെ പ്രസൻസ് ഉള്ളൊരു പ്രദേശമാണ്. അവിടെ ഒരു മോഷണം നടക്കുമ്പോൾ ഇത് പോലീസ് അറിഞ്ഞിട്ടില്ല, പോലീസ് ഉദ്യോഗസ്ഥരാരും അറിയാതെ ഇത്തരത്തിൽ കൃത്യമായിട്ട് മോഷണം നടത്തി പ്രതികൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പോലീസിന് ഏറെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. കാരണം ഇതിനുശേഷം പോലീസ് പറയുന്നത് പ്രതികളെ തങ്ങൾ എത്രയും പെട്ടെന്ന് പിടിക്കും എന്നുള്ളൊരു അവകാശവാദവുമായിട്ടാണ് പോലീസ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഇത്രയും വലിയ ഉദ്യോഗസ്ഥരുടെ ഓഫീസുകൾക്ക് സമീപം നടന്നിട്ടുള്ള വലിയൊരു മോഷണം, അതായത് തൊട്ട് സമീപത്തുള്ള 2 ക്ഷേത്രങ്ങളിൽ ഒരേ സമയം മോഷണം നടത്തുക, എന്നിട്ട് അവിടുന്ന് കൃത്യമായിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു നിലയിലാണ് കാര്യങ്ങളുള്ളത്. എന്തായാലും വലിയ മോഷണമാണ് നടന്നിട്ടുള്ളത്. മാരിയമ്മൻ കോവിലിലെ എല്ലാ ഭണ്ഡാരങ്ങളും കുത്തി തുറന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന 15,000-ഓളം രൂപ കവർന്നിട്ടുണ്ട് എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരടക്കമെത്തി പരിശോധന നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ മലയാളികളല്ലാത്ത ഏതെങ്കിലും കവർച്ചക്കാരാണ്, തസ്കരന്മാരാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ അവരിലേക്കും എത്രയും പെട്ടെന്ന് അന്വേഷണം എത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ക്യാമറമാൻ VM മനകൃഷിക്കൊപ്പം സാനുക്യ സജീവ്, ജനം.